പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, സങ്കീർത്തനങ്ങൾ 53:2 ദൈവം സ്വർഗത്തിൽ നിന്നും മനുഷ്യ മക്കളെ നോക്കുന്നു. ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവമക്കളുണ്ടോ എന്ന് ദൈവം അന്വേഷിക്കുകയാണ്. എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചുപോയി എന്ന് ദൈവം കണ്ടു. നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യമക്കളെ രക്ഷിക്കുവാൻ വേണ്ടി പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുവാൻ തിരുമനസ്സായി. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-17 തിരുവചനങ്ങളിൽ നാം ഇപ്രകാരമാണ് കാണുന്നത്: അവനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. ദൈവം തൻ്റെ പുത്രനെ പീഡാസഹനത്തിനും കുരിശുമരണത്തിനും വിട്ടുകൊടുത്ത് നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുന്നത് വേണ്ടിയാണ് എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. ദൈവം നമ്മെ ഓരോരുത്തരെയും അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനങ്ങളിൽ പലപ്പോഴും നമുക്ക് ആഴത്തിലുള്ള വിശ്വാസം ഇല്ല. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ മനസ്സിലാകാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് തെറ്റുകൾ പറ്റുന്നതെന്ന് വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്. ഹെബ്രായർ 11:6 വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി യേശുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. യേശുവിനെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ കേൾക്കുവാനും വചനം വായിക്കുവാനും വചനം ധ്യാനിക്കുവാനും നാം ശ്രമിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. അപ്പോൾ ദൈവത്തിൽ നിന്നും ദൈവത്തെ ആശ്രയിക്കുവാനുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാകും. അപ്പോൾ പ്രാർത്ഥനാ നിരതരായി മാറുകയും ചെയ്യും. അപ്പോഴാണ് ദൈവത്തിൽ വിശ്വസിക്കാനും ദൈവവചനത്തിൽ വിശ്വസിക്കാനും ആ വചനത്തിൽ ആഴപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം, ഈ ലോക ജീവിതം ധന്യമായി മാറുന്നത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.